പൊതുവെ നമ്മള് ഫിലിം എന്ന് പറയുമ്പോൾ പ്രൊമോഷൻ PR വർക്ക്സ് അങ്ങനെ ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിനെല്ലാത്തിനും കാസ്റ്റുകളും വരണം എന്നുള്ളത് നിർബന്ധമായിട്ട് തോന്നുന്നുണ്ടോ? നമ്മുടെ ഈ മൂവി ഇപ്പൊ ഫിലിം പ്രൊമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ, അതൊരു PR വർക്കിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ അതിനെല്ലാത്തിനും അതിന്റെ മൂവീസിന്റെ കാസ്റ്റുകളും വരണം എന്ന് നിർബന്ധമായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും വരണം. കാര്യം അവരും ആ പാടത്തിന്റെ പാർട്ടായിട്ടുള്ള ആൾക്കാർ, കാസ്റ്റും വരണം. അവരുടെയും കൂടെ സിനിമയല്ലേ. ഇപ്പൊ നമ്മുടെ ടെക്നീഷ്യന്മാരുടെ മാത്രം മൂവിയല്ല, ശരിക്കും ജനങ്ങൾ കാണുന്നത് അവരെയാണ്. അപ്പൊ അവര് വന്ന് ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണ് കൂടുതലും ജനങ്ങൾക്ക് കാണാൻ ഇഷ്ടം അവരെയാണ്. പിറകിലിരിക്കുന്ന നമ്മുടെ അല്ല. നമ്മളെ പലർക്കും വേണ്ട, നമ്മളെ ആരും കാണുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജനങ്ങൾക്ക് ആവശ്യം ഫ്രെയിമിൽ കാണുന്ന അവരെയാണ്. അപ്പൊ അവരുടെ ഇന്റർവ്യൂ കാണാനാണ് അപ്പൊ അവര് വരണം. അവരുടെയും കൂടെ സിനിമയാണ്. അവര് വന്ന് തന്നെ ഇന്റർവ്യൂ കൊടുക്കണം. അതിനകത്തൊരു ഞാൻ മാർക്കറ്റിംഗ് സെക്ഷൻ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞത്, മനുഷ്യരെല്ലാം ഭയങ്കര തിരക്കാണ്. അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് എന്ത്. ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂ ഞങ്ങളുടെ കൂടെ ധ്യാൻജിയോ ബാക്കിന്റെ എനിക്ക് വേണ്ടി അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ബേസിക്കലി അതിന്റെ പ്രാധാന്യം എന്താണ്? അതൊരു മറ്റ് തിരക്കുകളിൽ പോകുന്ന മനുഷ്യർക്ക് ഇപ്പൊ കുടുംബശ്രീ കുഞ്ഞാടും എന്നൊരു പടം വരുന്നുണ്ടല്ലോ, അത് എങ്ങനെ ഓർമ്മപ്പെടുത്താം, അതിന്റെ പാത്താണ് എന്ത് ഈ പറയുന്ന ഓൺലൈനായാലും ആർട്ടിസ്റ്റ്. ഓക്കെ, അല്ല ചോദിച്ചതല്ല, കാസ്റ്റ് കൂടെ വരണമെന്നാണ്. ആർട്ടിസ്റ്റ് കൂടെ വരണമോ എന്നാണ് ചോദിച്ചത്. ആർട്ടിസ്റ്റ് കൂടെ വരണം. എന്ത് തിരക്കുണ്ടെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും അവര് ചെയ്ത പടമല്ലേ, ഏത് പടമാണെങ്കിലും. ഇപ്പൊ ഇതല്ല, ഏത് പടത്തിനാണെങ്കിലും അവരും കൂടെ ചെല്ലണം. ശരിക്കും സോഷ്യൽ മീഡിയ ഇങ്ങനെ കുറെ യൂട്യൂബ് ചാനലും കാര്യങ്ങളും വന്നുകൊണ്ടാണ് ശരിക്കും നമ്മളെപ്പോലെയുള്ളവരെയും കൂടെ തിരിച്ചറിയുന്നത്. ഓഡിയൻസ് ഇങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്, ഇങ്ങനെ ക്യാമറാമാൻ ഉണ്ട്, ഒരു റൈറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ട്, കൺട്രോളർ ഉണ്ട്, ഇങ്ങനെയുള്ളവരാ. ഇല്ലെങ്കിൽ എത്ര പേര് ടൈറ്റിൽ വായിക്കുന്നുണ്ട്? തിയേറ്ററിൽ കാണുന്ന ടൈറ്റിൽ എത്ര പേര് വായിക്കുന്നുണ്ട്? എത്ര ഓഡിയൻസിന് അറിയാം? ആർക്കും അറിയില്ല. ഇതിന് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ആരൊക്കെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്, ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ആര് വായിക്കുന്നു? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെയുള്ള കുറെ ഓൺലൈൻ മീഡിയ വന്നത് ശരിക്കും പോസിറ്റീവ് തന്നെയാണ്. എല്ലാം പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളെ പോലെയുള്ള കുറെ ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ട്. ഒരു കോമഡി പറഞ്ഞു, ഞാൻ വീട്ടിൽ കറണ്ട് പോയപ്പോൾ ആ സീരിയൽ അപ്പോഴേ എന്ത് ചെയ്തു, അടുത്ത് അപ്പോഴേ ഫോണിൽ കയറി എന്ന് പറയുമ്പോ എല്ലാം എന്തായിട്ട് മാറി, സോഷ്യൽ മീഡിയ ആയിട്ട് മാറി. ടിവിയിൽ എന്തില്ല, ആവശ്യമില്ല, ടിവിയുടെ ആവശ്യമൊന്നുമില്ല. കറണ്ട് മെഞ്ഞാത്ത സംഭവം വൈഷ്ണവോടാണോ. അപ്പൊ ഞാൻ ഈ കറണ്ട് പോയിട്ട് അതേ ഓളി ഇവിടെ കാര്യം സോഷ്യൽ മീഡിയ. പണ്ട് അമ്മാരി പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ലോകം കൈക്കുമ്പില്ലെന്ന് പറഞ്ഞിട്ട് അമ്മാരി എന്ത് തുടങ്ങിയത്? മൊബൈൽ തുടങ്ങി. ഇപ്പൊ ലോകം എവിടെയാണ്? കൈക്കുമ്പിള്ളായോണ്ട് ഈ പറയുന്നവരെല്ലാം വന്നാൽ കൈക്കുമ്പിൾ ആകണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞത്, എല്ലാരും വന്ന് ആ സിനിമയെ ഇത്രയും പേരുടെ കഷ്ടപ്പാടാണ്, ഉറക്കമില്ലായ്മ വരുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ഈ പറയുന്ന അനാവശ്യമായിട്ട് റിവ്യൂ പറഞ്ഞപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഇപ്പൊ വേൾഡ് ട്രേഡ് സെന്റർ വർഷങ്ങളും ഉണ്ടാക്കിയെടുത്താണ്. 2 ഫ്ലൈറ്റ് വന്ന് കയറിയപ്പോ അതൊക്കെ തീർന്നു. അപ്പൊ ഈ റിവേഴ്സ് ഈ ഫ്ലൈറ്റുകൾ ആവരുത് എന്ന് മാത്രമേ പറയാൻ. എന്തെങ്കിലും സാറിന് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുണ്ടോ? നമ്മള് തിയേറ്ററിൽ പോയി കാണുക, പോയി എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലാതെ നമ്മൾ OTT-യിൽ വരട്ടെ എന്ന് പറഞ്ഞ് തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ നമ്മുടെ ഈ പ്രൊഡ്യൂസർ ഇനിയും പടം എടുക്കുകയുള്ളൂ. നമുക്ക് പ്രൊഡ്യൂസറാണ് വേണ്ടത്. നമുക്ക് ചെവരുണ്ടെങ്കിൽ പടം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ പടം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പ്രൊഡ്യൂസറെ സേവ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ പോയി പടം കാണണം. അത് ഓഡിയൻസ് തന്നെ വിചാരിക്കണം, ഓഡിയൻസ് തന്നെ പോയി കാണണം, കണ്ട് സഹായിക്കണം. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, ഞാനിപ്പം പറഞ്ഞു കഴിഞ്ഞു. അതാണ് വിഷയങ്ങൾ പൂർത്തിണക്കി കുടുംബ പ്രേക്ഷകർക്കായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന ഒരു പ്രോഡക്റ്റാണ് കുടുംബശ്രീ കുഞ്ഞാട്. 4-ാം തീയതി സ്കൂള് തുറക്കുകയാണ് തിങ്കളാഴ്ച. അപ്പൊ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഫാമിലിക്കൊപ്പം കയറി പടം കണ്ട് ഫസ്റ്റ് ഡേ ഇല്ലേട്ടാ ഓർമ്മപ്പെടുത്തിയ സ്കൂൾ തുറക്കുന്നു. വെറുതെ ഓർമ്മപ്പെടുത്തി.
എന്നാലും സ്കൂളൊക്കെ തുറക്കണപ്പോ എല്ലാരും കണ്ടല്ലോ, അതാണ് സാറ് പറയുന്നത് അല്ലേ? 3 ദിവസം ഉണ്ട്. ആ 3 ദിവസം